രാത്രിയിലുള്ള ഈ തുള്ളിച്ചട്ടം ചന്തകുലുക്കും കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിക്ക് രാവിലെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമെന്ന്. അങ്ങനെ തന്നെ സംഭവിച്ചിട്ടോ. രാവിലെ ഞങ്ങൾ നേരെ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ മാറ്റിയിട്ട് ഹോസ്പിറ്റലിലോട്ടാണ് പോയത്. കാരണം ഭയങ്കര ഛർദിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും മോനും അനിയത്തിയും കൂടിയാണ് പോയത്. അപ്പോൾ അവനക്ക് അവിടെ എത്തിയപ്പോൾ ഛർദിയൊന്നും വക വെക്കില്ല, അവനക്ക് ബിങ്കോ തന്നെ വേണം. അപ്പോൾ അതും വാങ്ങി അവിടെ കുത്തിയിരിക്കും. ഇവിടെ വന്നാൽ പിന്നെ നമ്മൾ പറയുന്നൊന്നും കേൾക്കില്ല. നമ്മളെ ഉമ്മാനും ഉപ്പാനും സോപ്പിട്ട കുപ്പിയിലാക്കലാണ് അവൻ്റെ പണി. അങ്ങനെ വരുന്ന വഴിക്ക് ഉപ്പാൻ്റെ അടുത്ത് പോയി പിന്നെ പൈസ ഒക്കെ വാങ്ങിയാട്ട് ഇത് വാങ്ങിക്കുള്ള കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ ആശുപത്രിയിലെത്തി, ടോക്കനൊക്കെ വിളിച്ച് അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങൾ കുറച്ചൊക്കെ നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് കിട്ടുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇവനക്ക് ഭയങ്കര ദാഹം. എനിക്ക് പുറത്തിറങ്ങി അപ്പം ദാഹിക്കും, വിശക്കും, അങ്ങനത്തെ ഒക്കെ ഒരു കാര്യമാണ്. ഒരു ബസ് കയറിയാൽ നമ്മൾ വീട്ടിലെത്തും, പറഞ്ഞിട്ട് എന്ത് കാര്യം. അങ്ങനെ ഇവനക്ക് ലൈമും പപ്സും വാങ്ങി, ഞാനൊരു ഉള്ളിവട വാങ്ങി ഞാൻ കഴിച്ചിട്ടപ്പോൾ ഇവന് ഓരോന്നിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുക, അടുത്തത് ഇനി എന്ത് പറയുന്ന പറഞ്ഞിട്ടിട്ട്. അപ്പോൾ പപ്സും പിന്നെ ലൈമും കൂടി പിന്നെ പറഞ്ഞു കേട്ടോ. പക്ഷെ നമ്മളെ ടൗണിലുള്ള ഏരിയ പോലെയല്ല, അവിടെ നമുക്ക് സോസൊന്നും തന്നില്ല. ഒരു ഭയങ്കര ദുഷ്ടന്മാരാണ്. പിന്നെ മെയിൻ്റെനൻസ് ഒക്കെ അടിപൊളിയാണെങ്കിലും പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ പപ്സിന്. ലൈമൊക്കെ പിന്നെയും കുഴപ്പമില്ല, പപ്സ് വായിൽ വെക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ, ഒരു കരിഞ്ഞ ചൊയയായിരുന്നു.